ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രാഹുലും അതുപോലെ തന്നെ വിക്രവും കൂടി സംസാരിക്കുകയാണ്. അങ്ങനെ വിക്രം പറയുന്നുണ്ട് രാഹുലിനോടായിട്ട്, അല്ലെങ്കിലും ചതിയും വഞ്ചനയും കൂടെ കൊണ്ടു നടക്കുന്നവരെ നമ്മൾ സ്നേഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരെ നമുക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കണം. എനിക്കെന്തായാലും ഈ പറയുന്ന മനോഹറുമായിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടായിരുന്നില്ല, എനിക്കായാലും ഗംഗേട്ടനായാലും. പക്ഷെ അവൻ ഇടയ്ക്ക് വെച്ചിട്ട് പുണ്യാളനാവാൻ ശ്രമിച്ചു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര ദേഷ്യം എന്ന് പറയുന്നുണ്ട്. അപ്പൊ രാഹുൽ പറയാണ്, നിനക്കറിയാലോ എൻ്റെ മകള് അവൻ ചതിച്ചതിന് ശേഷം എപ്പോഴും എൻ്റെ മകൾ എന്നെ കാണാൻ വരുന്നത് അവൻ എന്തെങ്കിലും ചെയ്തോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എന്തായാലും അവൻ്റെ തലക്കടിച്ച് എന്ന കാര്യം അറിഞ്ഞപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായി. എൻ്റെ മകൾക്ക് ഇപ്പം എന്നോട് ഒരുപാട് ഇഷ്ടമാണ്, എന്നെ ഒരുപാട് മതിപ്പാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും അവൻ ഇവിടേക്ക് തന്നെയായിരിക്കുമല്ലോ വരുന്നത്, ചികിത്സ ഒക്കെ കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ വരികയാണെങ്കിൽ നീ എന്നെ ഒന്ന് സഹായിക്കണം. അവനെ നമുക്ക് തെറ്റ് പറ്റിയത്, അവനെ എന്തായാലും മരണത്തിന് വിട്ടുകൊടുക്കണം എന്ന് പറയുമ്പോഴും അത് ഞാൻ ഏറ്റു അങ്കിളെ എന്ന് പറയാണ്. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിലേ നീ ഇനി കിരണെ വിട്ടുപിടിച്ചു. കിരൺ നിന്റെ ശത്രു ആക്കണ്ട. പിന്നെ കാർത്തികയുമായിട്ട് എനിക്ക് ഒരു അടുപ്പവും ഇല്ല, ഒരു തരത്തിലുള്ള ശത്രുതയൊന്നുമില്ല. അങ്ങനെ അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ കാടാണ്. കാടിനുള്ളിലാണെങ്കിൽ ഈ പറയുന്ന ഗംഗയും അതുപോലെ അമലവും കൂടിയിട്ട് ഒരു മരത്തിന്റെ മറവിൽ നിന്ന് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് നിൽക്കുകയാണ്. പെട്ടെന്നാണ് ആ വഴി വന്ന വേലു ആ ഒരു കാഴ്ച കാണുന്നത്. വേലുവിന് അത് കണ്ട് സഹിക്കാൻ പറ്റിയില്ല. വേലു ഏട്ടാ എന്ന് പറഞ്ഞ ദേഷ്യത്തോടു കൂടി പാഞ്ഞെടുക്കുകയാണ് ഗംഗയുടെ അരികിലേക്ക്. വേലുവിനെ കണ്ട് രണ്ടുപേരും അകന്നു മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ വേലു വന്നിട്ട് ചോദിക്കുകയാണ്, എടാ നീ കാടിൻ്റെ അകത്ത് വന്നിട്ട് കടത്തരം ചെയ്യുകയാണോടാ, നീ എന്താടാ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗംഗയ്ക്ക് സംസാരിക്കാൻ കഴിയില്ലെന്നാണല്ലോ അവരുടെയൊക്കെ ധാരണ. അതുകൊണ്ട് തന്നെ അമലുവാണ് മറുപടി പറഞ്ഞത്. താൻ എന്ത് കണ്ടു എന്നാ പറയുന്നേ? അപ്പോൾ ഞാൻ എന്ത് കണ്ടെന്നോ, ഇത്രയൊക്കെ അടുത്ത് നിൽക്കാനായിട്ട് ഞാൻ കണ്ടല്ലോ കാര്യങ്ങളൊക്കെ. നീ എന്താടി ഇങ്ങനെയായത്? നീ എന്താടി ഇങ്ങനെ പേഴ്ചകളായി പോകുന്നത്? നിനക്ക് എന്താ ഒരു ഇതൊന്നുമില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നിന്നോട് എത്രയോ പറഞ്ഞിട്ടുണ്ട് ഇവനുമായിട്ട് കൂടുതൽ അടുക്കരുതെന്ന്, എന്നിട്ടും നീ ഇവനുമായിട്ട് കൂടുതൽ അടുക്കാണല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, പുറത്തുനിന്ന് ആൾക്കാർ വരുന്നത് നമ്മളെ ചിലപ്പോൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവരോട് കൂടുതൽ അടുക്കരുത്, അവരെ കൂടുതൽ ഇതാക്കരുതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. നീ എന്താടി പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. നീ എന്തായാലും എൻ്റെ പെണ്ണാവേണ്ടവളാണ്, അതുകൊണ്ട് നീ ഇവനുമായിട്ട് കൂടുതൽ അടുക്കരുത്, ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നൊക്കെ ഇങ്ങനെ വേലു വളരെ കർശനമായി തന്നെ അവരോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അവളെ തല്ലാനും അതുപോലെ ഗംഗയെ തല്ലാനൊക്കെ കൈ ഓങ്ങണ സമയത്ത് മാറി നിൽക്ക്, എന്തിനാ നിങ്ങൾ എന്നെ തല്ലേണ്ട ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അമലു വേലുവിനെ വഴക്ക് പറയുകയാണ്. അമലുവിൻ്റെ ആ വാക്കുകൾക്ക് മുന്നിൽ വേലുവിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. എന്തായാലും വേലു മടങ്ങി പോവുകയാണ്. വേലു പറയുന്നുണ്ട്, ഇതെന്തായാലും ഞാൻ കാണിച്ചു തരാടി, ഞാൻ എന്തായാലും മൂപ്പനോട് എന്തെന്ന് പറയും. നീ ചെന്ന് പറയും, എൻ്റെ അച്ഛനോടല്ലേ പറയുന്നത്, നീ എന്തായാലും ഇവിടുത്തെ കാട്ടിലെ കാര്യങ്ങൾ തീരുമാനമാക്കി, നീ ഈ കാട്ടിലെ മൂപ്പനൊന്നുമല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇയാൾ മൂപ്പനൊന്നുമല്ലല്ലോ എന്നങ്ങനെ അമല് ചോദിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഓടി പോവുകയാണ് ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട്. അപ്പോൾ ആ സമയത്ത് ഗംഗ അമലുവിനോട് ചോദിക്കുന്നുണ്ട്, അയ്യോ എനിക്ക് പേടിയാകുന്നു, അവിടെ ചെന്ന് അവനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നിങ്ങനെ ഭയത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ വേലു ഓടിച്ചെല്ലുകയാണ്. മാമ എന്നും പറഞ്ഞിട്ട്. അപ്പം വീടിൻ്റെ ഫ്രണ്ടിൽ വീട്ടിലിരുന്നിട്ട് മൂപ്പൻ്റെ ഭാര്യയും കൂടിയിട്ട് വിറകൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഓടി ചെന്നിട്ട് എന്താടാ എന്ന് ചോദിക്കുന്നുണ്ട് മൂപ്പൻ. ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, കാണാൻ പാടില്ലാത്ത കാഴ്ചകളൊക്കെ ഞാൻ കണ്ടു. നീ എന്ത് കണ്ടെന്നാ പറയുന്നത്? അതെ, അവര് വല്ലാതെ അടുപ്പം കാണിച്ച് നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. നിങ്ങൾ പറയാറില്ലേ, ആ പറയുന്ന ഇവിടെ ചികിത്സയ്ക്ക് വന്നിട്ടുള്ള അയാളും അമലവും കൂടിയിട്ട് എന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് നീ വെറുതെ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുകയാണ്. വെറുതെ എൻ്റെ മോളുടെ പിന്നാലെ നടന്ന് നീ അവളെ കൂടുതൽ സംശയിക്കുകയാണ്. അല്ല മാമ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അപ്പോൾ നീ കൂടുതലായിട്ടൊന്നും പറയണ്ട. അവൾ അവനുമായിട്ട് നടക്കാൻ കഴിയാത്തൊരു പയ്യനാണ് അവൻ. അവനെ പിടിച്ച് നടത്തിയപ്പോൾ നീ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. നിനക്കല്ലെങ്കിലും എൻ്റെ മോളെ ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ കാണലിത്തിരി കൂടുതലാണ്. അപ്പോൾ മാമ വെറുതെ ആവശ്യമില്ലാത്ത വയ്യാവലി തലയിൽ കയറ്റി വെക്കരുത്. എത്ര പ്രാവശ്യം ഫോറസ്റ്റുകാർ ഇവിടേക്ക് വന്നതാണ്, ഇവിടേക്ക് ആരെങ്കിലും വന്നോ എന്ന് ചോദിച്ചിട്ട്, എന്നിട്ട് മാമൻ ഇതുവരെ സത്യങ്ങളൊന്നും പറഞ്ഞില്ല. അത് വെറുതെ ആവശ്യമില്ലാത്തതിനാവരുത് കേട്ടോ എന്ന് പറയാണ്. ഞാൻ ഇനി കാണുകയാണെങ്കിൽ ഫോറസ്റ്റുകാരോട് കാര്യങ്ങൾ പറയും, നീ പോടാ എന്നും പറഞ്ഞിട്ട് കൈ ഓങ്ങുകയാണ് മൂപ്പനെ. അപ്പോൾ എന്തായാലും നീ കെട്ടാൻ പോകുന്നവൾ തന്നെയല്ലേ അവൾ എന്ന് പറയുമ്പോൾ, ഇനിയിപ്പോൾ എന്തായാലും അതിൻ്റെ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല എന്നിങ്ങനെ വേലു പറഞ്ഞിട്ട്, നീ വർത്താനം പറയാതെ അവിടെ അകത്തിരിക്കുന്ന തേനെടുത്തിട്ട് പട്ടണത്തിൽ കൊണ്ടുപോയി വിൽക്കടാ എന്ന് പറയുന്നുണ്ട് മൂപ്പൻ. അങ്ങനെ വേലു അകത്തേക്ക് തേനെടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഭാര്യ മൂപ്പനോട് പറയുന്നുണ്ട്, അല്ല അവൻ ഇത്ര കടുപ്പിച്ച് പറയുന്നതിൽ അവൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കുമോ, എന്തെങ്കിലും കാണാതെ അവനിങ്ങനെ പറയില്ലല്ലോ,
പറഞ്ഞാലും എന്തായാലും ആ പയ്യനുമായിട്ട് കൂടുതൽ ഇങ്ങനെ അടുക്കണ്ട, അവൾക്ക് എന്തോ ഒരു വ്യത്യാസം എനിക്കും തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ആ പയ്യനെ പറഞ്ഞയച്ചൂടെ, ഇനിയിപ്പോൾ ഇവിടെ നിർത്തണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മൂപ്പൻ പറയുകയാണ്, ആ പയ്യനെ ഇപ്പോഴും സംസാരിക്കാറായിട്ടില്ലടി, നീ കണ്ടില്ലേ അതിൻ്റെ സംസാരമൊക്കെ, അവനെ ഇപ്പോഴും ചെറുതായിട്ട് നമ്മളുടെ ചികിത്സ കാരണം ഒരു മുക്കലും മൂളലൊക്കെ വന്നിട്ടുള്ളൂ. ഈ കാട്ടിൽ നിന്ന് നമ്മൾ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവൻ എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞാൽ ഒന്ന് ഒച്ചെടുക്കാൻ പോലും സാധിക്കില്ല. അപ്പോൾ ആ ശബ്ദം കൂടി തിരികെ കിട്ടിക്കോട്ടെ, എന്നിട്ട് അവനെ പറഞ്ഞയക്കാം. അല്ലെങ്കിൽ ഈ മിണ്ടാപ്രാണികൾ അത് പച്ചപ്പാവങ്ങളാണ് അവരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയായിരിക്കും, മലദേവതകളുടെ ദോഷം വരാൻ പോകുന്നത് നമുക്ക് തന്നെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ വേലു, അതായത് വേലു അല്ല ഗംഗ, അമലുവിനോട് ചോദിക്കുകയാണ്, എനിക്ക് അങ്ങോട്ട് വരാൻ പേടിയാണ്, ഞാൻ എന്നാൽ ഈ കാട്ടിൽ നിന്ന് പൊക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമല് പറയുകയാണ്, അത് ശരി, എന്നാൽ ഈ കാട്ടിൽ നിന്ന് പോകുമ്പോൾ ഞാനും കൂടെ വരാം എന്ന് പറയാണ്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് വരാൻ പേടിയാണ്, അതായത് ചേട്ടൻ പേടിക്കണ്ട, ചേട്ടൻ വായു, അവൻ എന്തായാലും അവിടെ ചെന്ന് എന്തായാലും എൻ്റെ അമ്മയുടെ അച്ഛനോടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ, പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയും വിശ്വസിക്കുള്ളൂ എന്നും പറഞ്ഞിട്ട് അവനെ അങ്ങനെ കെട്ടിപ്പിടിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ ഗംഗയാണെങ്കിൽ അവളെ കൈ തട്ടി മാറ്റുന്നുണ്ട്, വേണ്ട ഞാൻ നടന്നോളാം എന്ന് പറയണം, വേണ്ട ഞാൻ പിടിച്ചു കൊണ്ട് പൊക്കോളാം എന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ വന്ന പാടെ തന്നെ അമലു മൂപ്പനോട് പറയുന്നുണ്ട്, ആ വേലി ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞായിരുന്നു അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ, അത് ശരി, അപ്പം നിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നു എന്ന് മൂപ്പൻ്റെ ഭാര്യ, അതായത് അമലുവിൻ്റെ അമ്മ ചോദിക്കുകയാണ്. ഇല്ല, ഞാൻ ചേട്ടനിങ്ങനെ നടത്തിക്കൊണ്ട് പോകുമായിരുന്നു, ചേട്ടനൊന്ന് വീഴാൻ പോയപ്പോൾ ഞാനൊന്ന് മുറുകെ പിടിച്ചതാണ്, അതാണ് കണ്ടത് വേലു, അവിടെ നിന്ന് ഞങ്ങളെ രണ്ടുപേരും തല്ലാനൊക്കെ കൈ വാങ്ങിയിട്ട് ഇങ്ങോട്ട് ഓടിപ്പോരുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആടി, ഞാൻ കണ്ട കാഴ്ച എനിക്കറിയാം എന്താണെന്നുള്ളത് എന്നും പറഞ്ഞ് വേലു അകത്തേക്ക് നിന്ന് പുറത്തേക്ക് വരികയാണ് തേനുമായിട്ട്. നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട, എന്തായാലും എന്തെങ്കിലും ആയിക്കോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ വേലു ആ തേനും എടുത്തിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അമലുവിൻ്റെ അമ്മ അമലുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ എന്തായാലും ഇയാളുമായിട്ട് കൂടുതൽ അടുക്കണ്ട, കാരണം അവൻ നിന്റെ കഴുത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ താലി കെട്ടേണ്ടവനാണ് വേലു, അതുകൊണ്ട് അവനെ വെറുപ്പിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ വേലു പട്ടണത്തിൽ പോയി റോഡ് സൈഡിൽ ഇങ്ങനെ തേൻ വിൽക്കുകയാണ്, കാട്ടുതേൻ എന്ന് പറഞ്ഞ് വിൽക്കുന്നുണ്ട്. അങ്ങനെ ആരൊക്കെയോ തേൻ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അതിനിടയിലാണ് നമ്മുടെ കിരണും അതുപോലെ ബൈജുവും രതീഷും കൂടി വരുന്നത്. അങ്ങനെ രതീഷിനറിയാം ഈ വേലുവിനെ, രതീഷ് പലവട്ടം അവൻ്റെ കയ്യിൽ നിന്ന് തേൻ വാങ്ങിയിട്ടുണ്ട്. കാദംബരി പ്രസവിച്ച് കിടക്കുന്ന സമയത്തൊക്കെ അവൻ്റെ കയ്യിൽ നിന്ന് തേൻ വാങ്ങിയ കാര്യമൊക്കെ കിരണിനോട് പറയുന്നുണ്ട്. വാ സാറേ, നമുക്ക് നല്ല തേനാണ്, നമുക്ക് പോയി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിലുള്ള തേൻ മുഴുവനും വാങ്ങിക്കുന്നുണ്ട്. പൈസ ഇത്തിരി കൂടുതൽ കൊടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ സമയത്ത് മൂപ്പൻ്റെ അനന്തരവനാണ് എന്ന് അറിയുമ്പോൾ തൻ്റെ ഫോണിലുള്ള ഗംഗയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് വേലുവിന്. ഇയാളെ അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് ആലോചിച്ച് നിന്നിട്ട് പറയുകയാണ്, ഇല്ല അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരാൾ കാട്ടിൽ കാണുകയാണെങ്കിൽ ഞങ്ങളെ അറിയിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ തേനിഞ്ഞ് കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങളെ നേരത്തെ അറിയിക്കണം, മുഴുവൻ തേൻ ഞങ്ങൾ തന്നെ വാങ്ങിക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരി സാറേ എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും കണ്ടതല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടി നിന്നൊരു സെൽഫി എടുക്കാം എന്ന് പറഞ്ഞ് കിരണിൻ്റെ ഫോണിൽ എല്ലാവരും ചേർന്ന് ഈ വേലുവിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സെൽഫിയും എടുത്തിട്ടാണ് കിരണും അതുപോലെ വൈജുവൊക്കെ അവിടെ നിന്നും പോരുന്നത്. കിരണൊക്കെ അവിടെ നിന്ന് പോകുന്നത് കാഴ്ച കണ്ടിട്ട് നമ്മുടെ വേലു മനസ്സിൽ വിചാരിക്കുകയാണ്, അവനെ പറ്റി, ഇത് അവൻ്റെ ഫോട്ടോയാണല്ലോ കണ്ടത്, അവനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവരോട് പറഞ്ഞാലോ, എൻ്റെ പെണ്ണിനെ വളച്ചെടുക്കാൻ നോക്കുന്ന അവൻ ഇതിൽ കൂടുതൽ വലിയ ശിക്ഷ കൊടുക്കാനില്ല, അവനെ പറഞ്ഞു കൊടുത്താലോ എന്നിങ്ങനെ നമ്മുടെ വേലു ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്. പക്ഷേ മൂപ്പൻ്റെ വാക്കുകൾ, ഇനി ഒരിക്കലും അവനെ പറ്റി നീ പുറത്താരോടും നാട്ടിലുള്ള ആരോടും ഫോറസ്റ്റുകാരോടും ഒന്നും പറഞ്ഞു കൊടുക്കരുത് എന്ന മൂപ്പൻ്റെ വാക്കുകൾ കേൾക്കുകയും അങ്ങനെ ആലോചിക്കുകയും ചെയ്തു നിൽക്കുന്ന വേലുവിനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.